ഗുഡ് മോർണിംഗ് എവരിബഡി. പ്രിയമുള്ള വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം കരിയർ പ്ലാനിംഗ് ആണ്. എന്താണ് കരിയർ? കരിയർ എന്ന് പറഞ്ഞാൽ ജോബ് പ്ലസ് സാറ്റിസ്ഫാക്ഷൻ എന്നാണ് മീനിങ്. സംതൃപ്തിയുള്ള ജോലിക്ക് പറയുന്ന പേരാണ് കരിയർ. സംതൃപ്തി നമുക്ക് ലഭിക്കുന്നില്ല എങ്കിൽ അതൊരിക്കലും കരിയറായിട്ട് മാറുകയില്ല. വെറും ജോബ് എന്നുള്ള നിലക്കായിരിക്കും അത് മുമ്പോട്ട് പോവുക. ചില ആളുകൾ ചില IT കമ്പനികൾ വർക്ക് ചെയ്യുന്നുണ്ട്. അവർ പറയാറുണ്ട്, ഞങ്ങൾക്ക് നല്ല ശമ്പളം കിട്ടുന്നുണ്ട്, പക്ഷെ മടുത്തു പോയി എന്ന് പറയാറുണ്ട്. ഒരു 5 കൊല്ലം കൊണ്ട് 10 കൊല്ലം കൊണ്ട് മടുക്കുന്നുവെങ്കിൽ അതൊരിക്കലും കരിയറായിട്ട് മാറുകയില്ല. ഒന്നുകിൽ വീട്ടുകാരുടെയോ അല്ലെങ്കിൽ സുഹൃത്തുക്കളുടെയോ പ്രേരണയാൽ നമ്മൾ എന്ത് ചെയ്തു, മുമ്പോട്ട് പോയി നമുക്കൊരു ജോബ് കിട്ടി. അതുകൊണ്ട് കരിയർ ആവണമെങ്കിൽ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തിരഞ്ഞെടുപ്പാണ് കരിയർ എന്ന് പറയുന്നത്. അതുകൊണ്ട് കരിയർ ആവണമെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് പ്ലാൻ ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ്. നമുക്ക് പ്ലാൻ ചെയ്തെങ്കിൽ മാത്രമേ അതൊരു കരിയറായിട്ട് മാറുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കുക. അങ്ങനെ നമ്മൾ കൃത്യമായിട്ട് ഒരു പ്ലാനിങ്ങിലൂടെ മുമ്പോട്ട് പോകുമ്പോൾ ജീവിതത്തിൽ നമുക്ക് നല്ല ഒരു കരിയറിൽ എത്തിച്ചേരാൻ സാധിക്കുമെന്നുള്ളതാണ്. ആദ്യം എന്താണ് കരിയർ? ഇറ്റ് ഈസ് എ സിസ്റ്റമാറ്റിക് ആൻഡ് കണ്ടിന്യൂസ് പ്രോസസ്. It is a systematic and continuous process by which one decides his career goals and the path to reach these goals. അതിലേക്ക് എത്തിച്ചേരണമെങ്കിൽ എന്തായിരുന്നാലും ആ വ്യക്തി തന്നെക്കുറിച്ച് തന്നെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു ധാരണ ഉണ്ടാകണം. സോട്ട് അനാലിസിസ് എന്ന് പറയും. കൃത്യമായിട്ടൊരു ധാരണ ഉണ്ടാക്കിയെടുക്കണം. അതുപോലെ തന്നെ ഗോൾസ് സെറ്റ് ചെയ്യണം. തനിക്ക് എന്തെല്ലാം സ്കില്ലുകൾ നേടിയെടുക്കേണ്ടതുണ്ട്, കൃത്യമായിട്ടുള്ള ഒരു ധാരണ ഉണ്ടെങ്കിൽ മാത്രമേ ആ വിദ്യാർത്ഥിക്ക് തൻ്റെ മുമ്പിലുള്ള കരിയറിൽ എത്തിച്ചേരാൻ സാധിക്കുള്ളൂ എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് നമ്മൾ ആ കരിയറിലേക്ക് പോകണമെങ്കിൽ നമ്മൾ കരിയർ പ്ലാനിങ്, എന്താണ് കരിയർ എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള പ്ലാനിങ് നമ്മൾ നടത്തേണ്ടതുണ്ട്. നമ്മുടെ കരിയർ വിഷൻ എന്താണ് അല്ലെങ്കിൽ മിഷൻ എന്താണ്, ജസ്റ്റ് ഒന്ന് അവലോകനം ചെയ്യാം. ഇറ്റ് എനാബിൾസ് സ്റ്റുഡൻസ് ഫൈൻഡ് പെർഫെക്റ്റ്ലി മാച്ച്ഡ് കോഴ്സ് ആൻഡ് കോളേജസ് ഇൻ ഇന്ത്യ ആൻഡ് അബ്രോഡ് to provide quality guidance and counseling to students, developing an awareness of their personalities, abilities and talents. ഇത് അതുപോലെ തന്നെ നമ്മൾ കേഡാറ്റ് കൗൺസിലിംഗ്, ടെലി കൗൺസിലിംഗ് ഓൾസോ. പ്രൊഫഷണൽ ആൻഡ് കോംപ്രഹെൻസീവ് ഗൈഡൻസ് ഈസ് നെസസറി. ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്കറിയാം LPGയുടെ കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തിൽ പ്രോപ്പർ ഗൈഡൻസ് നെസസറിയാണ് ജീവിതത്തിൽ മുമ്പോട്ട് പോകണം എന്നുണ്ടെങ്കിൽ എന്ന് നമ്മൾ തിരിച്ചറിയണം. അതുപോലെ തന്നെ നമുക്ക് നല്ലൊരു പാഷൻ, കരിയർ പാഷൻ, ഒരു ഉത്കടമായ ഒരു ആഗ്രഹം, എന്തായാലും എത്തിച്ചേരണം, എനിക്കത് പറ്റണം, എനിക്ക് പറ്റും എന്നുള്ള ഒരു പാഷൻ ഉണ്ട് എങ്കിൽ നമുക്ക് എന്തായിരുന്നാലും ആ കരിയറിൽ എത്തിച്ചേരാൻ സാധിക്കും. അങ്ങനെ ഒരു പാഷൻ ഉണ്ടെങ്കിൽ അവനിൽ നിന്ന് കൂടുതൽ ക്രിയേറ്റിവിറ്റി നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ അവൻ്റെ ലക്ഷ്യം അത് കൂടുതൽ ഇൻറ്റൻസിഫൈ ചെയ്യും എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. Then it enhances the desire to pursue excellence. Then it increases your contribution to work. ഔട്ട്പുട്ട് കൂടും. ദെൻ മോർ മോട്ടിവേറ്റഡ് ടുവാർഡ്സ് വർക്ക്. ഒക്കെ നല്ലൊരു പാഷൻ ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ നമ്മൾ ലെസ് സ്ട്രെസ്ഡ് ആയിരിക്കും. ദെൻ വർക്കിലോട് എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ട്, നമുക്ക് ആസ്വദിച്ച് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. എക്സ്ട്രാ ഹവർക്ക് കിട്ടുകയാണെങ്കിൽ നമുക്ക് ആസ്വദിച്ചത് ചെയ്തെടുക്കാൻ സാധിക്കും. ദെൻ നീഡ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് കരിയർ പ്ലാനിങ്. ഒന്ന് നമ്മൾ മനസ്സിലാക്കുക, വേൾഡ് ഓഫ് കോമ്പറ്റീഷൻ. ലോകം എന്താണ്? മത്സരം നിറഞ്ഞതാണ്. 10 ജോലി ഉണ്ടെങ്കിൽ 100, 1000, 10,000 വരും. ഇപ്പോഴത്തെ ലുലു ഗ്രൂപ്പിലേക്ക് ഒരു ഇന്റർവ്യൂ നടന്നിരുന്നു. ഏകദേശം 100ഓളം പോസ്റ്റിന് വിളിച്ചപ്പോൾ 10,000ഓളം ആളുകൾ വന്നു എന്നുള്ളതാണ്. അപ്പോൾ അതുപോലെ തന്നെ ഒരു കണ്ണൂർ റിക്രൂട്ട്മെന്റ് റാലിക്ക് ഏകദേശം വളരെ കുറച്ച് പോസ്റ്റിന് വിളിച്ചപ്പോൾ 15,000ഓളം ആളുകൾ വന്നു. ആകെ 100 പോസ്റ്റിന് താഴെയുള്ള അതിലേക്ക് വന്നത് ഏകദേശം 15,000ഓളം ആളുകൾ. വലിയൊരു ക്രൗഡിന്റെ ഫോട്ടോ പിറ്റേ ദിവസം പത്രത്തിൽ വന്നിരുന്നു. ഞാൻ പറയുന്നത് ഏറ്റവും മത്സരം നിറഞ്ഞതാണ് ലോകം എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ ഇത്രയും കാലം നമ്മൾ ബെഞ്ചിന്റെയും ഡെസ്കിന്റെ ഇടയിൽ ഇരുന്ന് നേടിക്കൊണ്ടിരിക്കുന്നത് മത്സരിക്കാനുള്ള അർഹത തന്നെയാണ്. ദെൻ സർവൈവൽ ഓഫ് ദി ഫിറ്റസ്റ്റ്. അർഹതയുള്ളവന്റെ അതിജീവനം. ആരുടെ തിയറിയാണ്? ചാൾസ് ഡാർവിന്റെയും ഹെർബർട്ട് സ്പെൻസറുടെയൊക്കെ തിയറിയാണ്. അർഹതയുള്ളത് അതിജീവിക്കുള്ളൂ. മരുഭൂമിയിലുള്ള ഒരു ജീവിയെ പിടിച്ച് കരയിലിട്ടാൽ എന്താ സംഭവിക്കുക? ചത്തുപോകും. അർഹതയില്ല അതിന് അതിജീവിക്കാൻ. അതുപോലെ വെള്ളത്തിലുള്ള ഒരു ജീവിയെ പിടിച്ച് കരയിലിട്ടാൽ എന്താ സംഭവിക്കുക? ചത്തുപോകും. കാക്ക കുത്തി കൊണ്ടുപോകുന്നല്ല സംഭവിക്കുക, ചത്തുപോകും. അത്രയും കാരണം നമ്മൾ സർവൈവൽ ഓഫ് ദി ഫിറ്റസ്റ്റ് ആണ്. അതൊരു പ്രകൃതിയുടെ നിയമം കൂടിയാണ്. ദെൻ ടൈം മാനേജ്മെന്റ്. സമയം ഏറ്റവും വിലപിടിപ്പുള്ളതാണ്. ഏറ്റവും വിലപിടിപ്പുള്ള സാധനമാണ് സമയം എന്ന് പറയുന്നത്. മരണത്തിന്റെ മാലാഖ ഒരാളുടെ അടുത്ത് വന്നിട്ട് പറയുന്നത്, ഞാൻ നിന്നെ പിടിക്കാൻ വന്നതാണ്. അപ്പം അദ്ദേഹം പറഞ്ഞു, നിന്നെ പിടിക്കാൻ പറ്റില്ല, ഞാൻ ഈ നാട്ടിലെ ഏറ്റവും വലിയ മുതലാളിയാണ്. മുതലാളി തൊഴിലാളി വ്യത്യാസമൊന്നുമില്ല.
കാരണം മരണം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആസ്വദിക്കേണ്ടി വരും എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറയാം, എനിക്ക് കുറച്ച് സമയം കൂടി നീട്ടിത്തരണം, ഞാൻ സമ്പാദിച്ചതിന്റെ പകുതി ഞാൻ നിനക്ക് തരാം. എടോ, അങ്ങനെ കൈക്കൂലി വാങ്ങുന്ന ഏർപ്പാടൊന്നുമില്ല എന്ന് മാലാഖ പറഞ്ഞു. അവസാനം ഇയാൾ ഓഫർ ചെയ്യുകയാണ്, ഞാൻ സമ്പാദിച്ചത് മൊത്തം ഞാൻ നിനക്ക് തരാം, എനിക്കൊന്ന് കുറച്ച് ആയുസ് നീട്ടിത്തരണം. പറ്റൂല പറഞ്ഞു. അവസാനം ഒരു 5 മിനിറ്റെങ്കിലും എനിക്ക് നീട്ടിത്തരുമെന്ന് ചോദിച്ചു. എന്തിനാ 5 മിനിറ്റ് ചോദിച്ചപ്പോൾ, എൻ്റെ മക്കളെ ഇഷ്ടമായിരുന്നു എന്ന് പറയാൻ, എൻ്റെ വീട്ടുകാരെ ഇഷ്ടമായിരുന്നു എന്ന് പറയാൻ. കാരണം ജീവിതത്തിൻ്റെ ഓട്ടപ്പാച്ചിൽ അദ്ദേഹം അത് പറയാൻ വിട്ടുപോയിട്ടുണ്ട് എന്നുള്ളതാണ്. ദെൻ എവർ ചേഞ്ചിങ് കരിയർ സിനാരിയോ, ഓരോ ജോലിയും മാറ്റങ്ങൾക്ക് വിധേയമാണ്, മാറിക്കൊണ്ടിരിക്കുകയാണ്. LPGയുടെ കാലഘട്ടമാണ്. ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ, ആഗോളീകരണത്തിന്റെ കാലഘട്ടത്തിൽ ഓരോന്നും മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് തന്നെ ജോബ് സെക്യൂരിറ്റി, ജോലിയുടെ സുരക്ഷിതത്വം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മളോട് കമ്പനി പറയും, താങ്കളുടെ സേവനത്തിന് നന്ദി, നാളെ മുതൽ താങ്കൾ വരേണ്ടതില്ല. അതുകൊണ്ട് ജോലിയുടെ സുരക്ഷിതത്വം കുറഞ്ഞുകൊണ്ട് നമ്മൾ അപ് ടു ഡേറ്റ് ആവണം. അങ്ങനെ അപ് ടു ഡേറ്റ് ആയെങ്കിൽ മാത്രമേ നമുക്ക് ഈ കാലഘട്ടത്തിൽ നിലനിൽക്കാൻ സാധിക്കുള്ളൂ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഫാക്ടേഴ്സ് ടു ബി കൺസിഡേർഡ് ഡ്യൂറിങ് കരിയർ ഡിസിഷൻ മേക്കിംഗ് എന്നുള്ളത് നമ്മൾ ഏറ്റവും അർജന്റായിട്ട് അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കേണ്ട സംഗതിയാണ്. ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ അഭിരുചി. തനിക്ക് ഇന്ന ജോലിക്ക് അല്ലെങ്കിൽ എല്ലാ ജോലിക്കും ചില സ്കില്ലുകൾ വേണം. ഒരു ഇൻബോൺ ആയിട്ടുള്ള കേപ്പബിലിറ്റി. എല്ലാവർക്കും ചിത്രം വരയ്ക്കാൻ കഴിയും? ഇല്ല, വരയ്ക്കാൻ കഴിയില്ല. പാട്ട് പാടാൻ നമ്മൾ എത്ര കഷ്ടപ്പെടും. ഞാനൊക്കെ പാടിയിട്ടുണ്ടെങ്കിൽ വല്ല പശുക്കളും കയറ് കെട്ടിയിട്ടുണ്ടെങ്കിൽ അത് കയറ് പൊട്ടിച്ചോടും. എന്ന് വെച്ചാൽ ചില ആളുകൾക്കൊക്കെ നന്നായിട്ട് പാടാൻ കഴിയും, വരയ്ക്കാൻ കഴിയും. അതൊരു ഇൻബോൺ ആയിട്ടുള്ള ഒരു കേപ്പബിലിറ്റി. കുറച്ചൊക്കെ നമുക്ക് ഡെവലപ്പ് ചെയ്യാം. പക്ഷേ ഇത് അഭിരുചി എന്ന് പറയും. ഇൻട്രസ്റ്റ് മാറ്റങ്ങൾക്ക് വിധേയമാണ്. അത് മാറിക്കൊണ്ടിരിക്കും. അഭിരുചി അത്രത്തോളം മാറ്റങ്ങൾക്ക് വിധേയമല്ല എന്നുള്ളതാണ്. ഇപ്പോൾ ചെറുപ്പത്തിൽ ആൺകുട്ടികളുടെ പലരുടെയും ആഗ്രഹം JCBന്റെ ഡ്രൈവർ ആകണമെന്നായിരിക്കാം. പക്ഷേ കാലത്തിനനുസരിച്ച് അവർ മാറി. ഇന്ന് അതല്ല അവരുടെ ആഗ്രഹം. ജീവിതത്തിൽ അവർ മാറിയിട്ടുണ്ട്. ഇപ്പം അവരുടെ കാഴ്ചപ്പാട് മാറിയിട്ടുണ്ട്. അത് നമ്മൾ ചോദിച്ചാൽ മനസ്സിലാവും. അപ്പോൾ നമ്മുടെ ഇൻട്രസ്റ്റും ആപ്റ്റിറ്റ്യൂഡും കൂടി കൂടുന്നിടത്താണെന്ന് ഏറ്റവും കൂടുതൽ നമുക്ക് കരിയറിൽ തിളങ്ങാൻ സാധിക്കുക. ദെൻ എബിലിറ്റി, കമ്പയർ യുവർ സ്കിൽ ആൻഡ് ഇൻട്രസ്റ്റ് വിത്ത് ഒക്കുപേഷൻ യു ഹാവ് സെലക്ടഡ്. ഭാവിയിൽ നിങ്ങളൊരു ജോലി ആഗ്രഹിക്കുന്നുവെങ്കിൽ, നിങ്ങൾ ജില്ലാ കളക്ടറുടെ ജോലിയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങളും കലക്ടറും തമ്മിൽ ദർ ഇസ് എ ഗ്യാപ്പ്. ആ ഗ്യാപ്പ് നിങ്ങൾ ബ്രിഡ്ജ് ചെയ്യുമ്പോഴാണ് നിങ്ങൾ കലക്ടറായിട്ട് മാറുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടിയിട്ടുള്ള ക്വാളിറ്റി നിലവിൽ എന്തൊക്കെ ഉണ്ട്, അദ്ദേഹത്തിന് എനിക്ക് എന്ത് ഉണ്ട്, അത് നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് അത് നമ്മൾ ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യുമ്പോഴാണ് നമ്മൾ ആ ഒരു മേഖലയിലേക്ക് എത്തിച്ചേരാൻ പറ്റുക. ദെൻ പേഴ്സണാലിറ്റി ടൈപ്പ്, നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ സ്വഭാവം നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ വ്യക്തിത്വം നന്നായിട്ട് എക്സ്പ്രസ് ചെയ്യുന്നതാണ്, അത് അന്തർമുഖമായിട്ട് നിൽക്കുന്നതാണ്. അപ്പോൾ കൃത്യമായിട്ട് അതിനെക്കുറിച്ചുള്ള ധാരണ കൊണ്ടാണ്. ദെൻ മോറൽ വാല്യൂസ്, ധാർമ്മിക മൂല്യങ്ങൾ നോക്കണം. മദ്യപാനത്തെ ശക്തമായി എതിർക്കുന്ന ഫാമിലിയിൽ നിന്ന് വരുന്നൊരു കുട്ടി, അവന് ബിവറേജ് കോർപ്പറേഷനിലാണ് ജോലി കിട്ടുന്നതെങ്കിൽ സംതൃപ്തി ലഭിക്കുകയില്ല. പൈസ കിട്ടും, പക്ഷേ സംതൃപ്തി ഒരു കാലഘട്ടത്തിലും കിട്ടില്ല. അതുകൊണ്ട് അതും നമ്മൾ മനസ്സിലാക്കാം. ദെൻ ഫ്യൂച്ചർ കരിയർ പ്രോസ്പെക്ട്സ്, നമുക്ക് എത്രത്തോളം ഡെവലപ്പ് ചെയ്യാം. അതുപോലെ തന്നെ ഫാമിലിയുടെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ തിരിച്ചറിയണം. അതായത് ഫിനാൻസ് വേണം, സ്കോളർഷിപ്പ്, ഇതൊക്കെ എവിടുന്ന് കിട്ടും എന്നുള്ളതും കൃത്യമായിട്ട് ധാരണ വേണം. ഫാമിലി എത്രത്തോളം, ചില ഫാമിലി 8 കൊല്ലം 10 കൊല്ലമൊക്കെ പഠിക്കാൻ അവസരം തരും. വേറെ ചില ഫാമിലി 2 കൊല്ലം പഠിക്കാനുള്ള അവസരം കിട്ടുള്ളൂ. അതൊക്കെ വെച്ചുകൊണ്ടായിരിക്കണം നമ്മുടെ കരിയർ പ്ലാനിങ്. ദെൻ SWOT അനാലിസിസ് നമ്മൾ നടത്തണം. SWOT അനാലിസിസ് എന്ന് പറഞ്ഞാൽ സ്ട്രെങ്ത് എന്താണ്, നമ്മുടെ കഴിവെന്താണ്. ദെൻ വീക്ക്നെസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കഴിവുകൾ എന്താണ്. ഓപ്പർച്യൂണിറ്റി ആൻഡ് ത്രെറ്റ്സ്, നമ്മുടെ കഴിവറിയണം, കഴിവുകേടറിയണം, അവസരങ്ങൾ അറിയണം. ആ അവസരങ്ങൾക്കുള്ള ഭീഷണികൾ നമ്മൾ തിരിച്ചറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് കരിയർ കൃത്യമായിട്ട് പ്ലാൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ നമ്മളൊരു സ്മാർട്ടർ ഗോൾ വെക്കണം. എന്താണ് സ്മാർട്ടർ എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് ആണ്, കൃത്യമാണത്, മെഷറബിൾ, നമുക്കത് അളക്കാൻ കഴിയും. ദാറ്റ് ഈസ് ഓൾസോ മീനിങ് ഫുൾ. ദെൻ അഡ്ജസ്റ്റബിൾ, ദാറ്റ് ഈസ് അറ്റൈനബിൾ. ദാറ്റ് ഈസ് അച്ചീവബിൾ, നമുക്കത് നേടിയെടുക്കാൻ സാധിക്കും. അഡ്ജസ്റ്റബിൾ ആൻഡ് അതുപോലെ തന്നെ എന്താ പറയുക, അത് പ്രകൃതിക്ക് അല്ലെങ്കിൽ നമ്മുടെ പരിസ്ഥിതിക്ക് ഇണങ്ങുന്നതുമായിരിക്കണം, അഡാപ്റ്റബിൾ ആയിരിക്കണം. ദെൻ റിയലിസ്റ്റിക് ആയിരിക്കണം. ദെൻ ടൈം ബൗണ്ട്, ഇവാലുവേറ്റ് ആൻഡ് റിവാർഡിങ് കരിയർ ആയിരിക്കണം നമ്മൾ മുമ്പോട്ട് വെക്കുന്ന സംഗതി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ദെൻ സ്റ്റെപ്സ് ഇൻ കരിയർ പ്ലാനിങ്, സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഹു ആർ യു എന്നുള്ളിടത്തുനിന്നാണ്, നിങ്ങൾ ആരാണ് എന്ന് തിരിച്ചറിയണം. Then identify your careers related to interest, abilities and preference. Learn more about this specific career. Get the right training. അതൊക്കെ നമ്മൾ തിരിച്ചറിയണം. അതിലൂടെ നമ്മൾ മുമ്പോട്ട് പോകണം. സെൽഫ് അസസ്മെന്റിലൂടെ, കരിയർ എക്സ്പ്ലോറേഷനിലൂടെ, ഡിസിഷൻ മേക്കിങ്ങിലൂടെ, പ്ലേസ്മെന്റ് മെത്തേഡ് നമ്മൾ അവിടെ എത്തിച്ചേരണം. ദെൻ ഷോർട്ട് ടേം കരിയർ പ്ലാനിങ്,
ഹ്രസ്വകാലത്തേക്ക് നമുക്ക് പ്ലാനിങ് വേണം. 2 വർഷം കൊണ്ട് ഞാൻ +2 ഭംഗിയായി പാസ്സാകും, അല്ലെങ്കിൽ 3 വർഷം കൊണ്ട് ഞാൻ ഡിഗ്രി പാസ്സാകും എന്ന് ഒരാൾ മനസ്സിലാക്കുന്നുവെങ്കിൽ, ഒരാൾ തീരുമാനിക്കുന്നുവെങ്കിൽ, ദാറ്റ് ഈസ് എ ഷോർട്ട് ടേം കരിയർ പ്ലാനിങ്. ഈ ഷോർട്ട് ടേം കരിയർ പ്ലാനിങ്, അതുപോലെ തന്നെ ലോങ് ടേം കരിയർ പ്ലാനിങ് ഉണ്ട്. 10 വർഷം കഴിഞ്ഞാൽ മലപ്പുറം ജില്ലയുടെ കളക്ടർ ഞാനായിരിക്കും എന്ന് ഒരാൾ തീരുമാനിക്കുന്നുവെങ്കിൽ, ദാറ്റ് ഈസ് എ ലോങ് ടേം കരിയർ പ്ലാനിങ്. അപ്പോൾ ഇതിനൊക്കെ ചില തടസ്സങ്ങളുണ്ട്. ഒന്ന് പേഴ്സണൽ ബാരിയർ, ലാക്ക് ഓഫ് മോട്ടിവേഷൻ, ഒരു അഭിപ്രേരണയില്ല എന്നുള്ളതാണ്. പ്രചോദനമില്ല. പ്രചോദനം വരേണ്ടത് തൻ്റെ ഉള്ളിൽ നിന്നാണ്. ശരിക്കും ഉള്ളിൽ നിന്ന് വരണം. അമേരിക്കയിൽ ഒരു പെൺകുട്ടി ജനിച്ചു, ലോകത്തെ ഏറ്റവും നിർഭാഗ്യതയായിട്ടുള്ള പെൺകുട്ടി. അവൾ ജനിക്കുമ്പോൾ അവൾക്ക് 2 കാലുകളും ഉണ്ടായിരുന്നില്ല. അവിടെ അച്ഛനും അമ്മയും പറയാണ്, ഈ കുട്ടിയെ ഞങ്ങൾക്ക് വേണ്ട, കാരണം ഞങ്ങൾക്ക് ഒരു കുട്ടിയുണ്ട്, അവൾക്കൊരു ഭാരമായിരിക്കും ഈ അനിയത്തി കുട്ടി എന്ന് പറഞ്ഞ് നിഷ്ഠൂരമായിട്ട് അമേരിക്കയിൽ അവർ തന്നെ തങ്ങളുടെ ഹോസ്പിറ്റലിൽ ഉപേക്ഷിച്ച് അവർ പോവുകയാണ്. ഒരു ഡോക്ടർക്ക് അലിവ് തോന്നുകയാണ് ഈ കുട്ടിയെ നല്ല ഒരു കരങ്ങളിൽ എത്തിക്കണം എന്നുള്ളത്. അദ്ദേഹം തന്റെ സുഹൃത്തിനെ വിളിച്ചു. ആ സുഹൃത്ത് ഒരിക്കൽ അദ്ദേഹത്തോട് പറഞ്ഞിരുന്നു, ഞങ്ങൾക്ക് 3 ആൺകുട്ടികളുണ്ട്, ഒരു പെൺകുട്ടിയെ ദത്തെടുക്കണമെന്നുള്ള ഒരു ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞിരുന്നു. അദ്ദേഹത്തെ വിളിച്ചു. ആ ദമ്പതിമാർ വന്നു, ഈ കുട്ടിയെ കാണിച്ചു കൊടുത്തു. ഈ കുട്ടിയെ എടുക്കണോ എടുക്കണ്ടേ, എടുത്താൽ കുടുങ്ങോ ഇല്ലേ, തീരുമാനമെടുക്കാൻ കഴിയാത്തൊരവസരത്തിൽ ICUയുടെ ഉള്ളിലേക്ക് പോകും, പുറത്തിറങ്ങും. ഇങ്ങനത്തെ ഒരു അവസരത്തിൽ മറ്റു ഡോക്ടർ പറയാം, എന്തിനാ വെറുതെ വയ്യാവേലിക്ക് നിൽക്കുന്നത്, നിങ്ങൾ എവിടെ പോകുമ്പോഴും ബക്കറ്റിലിട്ട് കൊണ്ടുപോകേണ്ടിരും ഈ കുട്ടിയെ. അങ്ങനെ വേണ്ട എന്ന് തീരുമാനിച്ച് പുറത്തിറങ്ങി. പക്ഷേ ആ ഓമനത്തം തുളുമ്പുന്ന ആ കുഞ്ഞിനെ അവിടെ ഉപേക്ഷിച്ച് പോരാൻ ആ ദമ്പതിമാർക്ക് തോന്നിയില്ല. അവരാ കുട്ടിയെ ദത്തെടുത്ത് പോവുകയാണ്. ഇപ്പോൾ എത്ര ആങ്ങളമാരുണ്ട് ആ കുട്ടിക്ക്? 3 ആങ്ങളമാരോടൊപ്പം ആ കുട്ടി വളരുകയാണ്. 3 ആങ്ങളമാരോടൊപ്പം ആ കുട്ടി വളരുകയാണ്. 4 വയസ്സായപ്പോഴേക്കും ചെറിയ രീതിയിൽ മരം കയറാൻ പഠിക്കുന്നു. കാലുകളില്ലാതെ മരം കയറാൻ പഠിക്കാം. 5 വയസ്സായപ്പോൾ അവളുടെ ജീവിതത്തിൽ മാറ്റിമറിച്ചൊരു സംഭവം നടക്കുകയാണ്. അവളൊരു TV പ്രോഗ്രാം കാണുകയാണ്. 13 വയസ്സുകാരിയായിട്ടുള്ള ഒരു പെൺകുട്ടിയുടെ ജിംനാസ്റ്റിക് അഭ്യാസ പ്രകടനം അവൾ TV കാണുന്നു. അവളുടെ കുഞ്ഞു മനസ്സിലൊരാഗ്രഹം, എനിക്കും ജിംനാസ്റ്റിക് പഠിക്കണമെന്നോ. അച്ഛനോട് പറഞ്ഞു, എനിക്ക് ജിംനാസ്റ്റിക് പഠിക്കണം അച്ഛ. അച്ഛൻ പറഞ്ഞു, കഴിയില്ല മോളെ, കാരണം നിനക്ക് 2 കാലുകളുമില്ല എന്നുള്ള യാഥാർത്ഥ്യം നീ തിരിച്ചറിയണം. നീ വേറെ ഏതാഗ്രഹമാണെങ്കിലും പറഞ്ഞോളൂ, ഞാൻ അത് സാധിപ്പിച്ചു തരാം. പക്ഷെ ആ കുട്ടി തീരുമാനത്തിൽ ഉറച്ചു നിന്നു. അച്ഛൻ തന്നെ പറയാറില്ല, കഴിയില്ല 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 എന്നൊരിക്കലും നീ പറഞ്ഞു പോകരുത്, അതുകൊണ്ട് എനിക്ക് കഴിയും. ആ തീരുമാനത്തിന് മുമ്പിൽ അച്ഛൻ പിന്മാറുകയാണ്. അവളുടെ തീരുമാനത്തെ, അതായത് അവൾക്ക് ജിംനാസ്റ്റിക് സ്കൂളിൽ ചേർക്കണം, അങ്ങനെ അവളെ ജിംനാസ്റ്റിക് സ്കൂളിൽ ചേർത്തു. നല്ലവണ്ണം അവൾ ജിംനാസ്റ്റിക് പഠിച്ചു എന്ന് മാത്രമല്ല, താൻ മോഡലാക്കിയ പെൺകുട്ടിയുടെ ജിംനാസ്റ്റിക് അഭ്യാസ പ്രകടനം ഇവള് TV ഇടയ്ക്കിടയ്ക്ക് കാണുകയും ചെയ്യും. അങ്ങനെ മുമ്പോട്ട് പോയി. 14 വയസ്സായപ്പോഴേക്കും അമേരിക്കയിൽ ഏറ്റവും വലിയ അറിയപ്പെടുന്ന ഒരു താരമായിട്ട്, ഒരു ജിംനാസ്റ്റിക് താരമായിട്ട് ഈ പെൺകുട്ടി മാറുകയാണ്. ജിംനാസ്റ്റിക് താരമായിട്ട് മാറുകയാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ അവൾക്ക് ജിംനാസ്റ്റിക് പഠിക്കാൻ സാധിക്കുന്നുവെങ്കിൽ അങ്ങനെ നമുക്കും കഴിയും എന്നുള്ളത് നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ടതാണ്. അങ്ങനെ ഇവള് മുമ്പോട്ട് പോയി എന്ന് മാത്രമല്ല, 14 വയസ്സായപ്പോഴേക്കും വീട് നിറയെ സമ്മാനങ്ങളാണ്. അപ്പോൾ ഇവള് കുഞ്ഞു മനസ്സിൽ വീണ്ടും ഒരാഗ്രഹം, എൻ്റെ സ്വന്തം അച്ഛനെയും അമ്മയെയും ഒന്ന് കണ്ടെത്തണം. എനിക്ക് ഒരുപാട് സമ്മാനങ്ങൾ കിട്ടിയെന്നറിഞ്ഞാൽ അവർ ഒരുപാട് സന്തോഷിക്കും, അതുകൊണ്ട് അവരെ ഒന്ന് കണ്ടെത്തേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കി. അങ്ങനെ അച്ഛനോടും അമ്മയോടും കാര്യം പറയണം, എൻ്റെ അച്ഛനെ, ഒറിജിനൽ അച്ഛനെ ഒന്ന് കാണണം, അമ്മയെ കാണണം. അങ്ങനെ അന്നത്തെ ഹോസ്പിറ്റലിൽ ചെല്ലുകയാണ്. അവിടുത്തെ എല്ലാ ബർത്ത് സർട്ടിഫിക്കറ്റുകളും പരിശോധിച്ചു. ആ രേഖകളിൽ നിന്ന് അവൾക്ക് അവളുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് കിട്ടി. അതിൽ നിന്ന് അവൾ മനസ്സിലാക്കി തൻ്റെ അച്ഛൻ്റെ പേര് മനസ്സിലാക്കിയപ്പോൾ അവൾക്കൊരു കാര്യം മനസ്സിലായി, ഞാൻ മോഡലാക്കിയ പെൺകുട്ടിയുടെ അച്ഛൻ്റെ അതേ പേര് തന്നെയാണ് എൻ്റെയും അച്ഛൻ്റെ പേര്. ഞാൻ മോഡലാക്കിയ ജിംനാസ്റ്റിക് താരമാകുന്ന പെൺകുട്ടിയുടെ അച്ഛൻ്റെ അതേ പേര് തന്നെയാണ് എൻ്റെയും അച്ഛൻ്റെ പേര്. ഇവൾ അതിനെക്കുറിച്ച് റിസർച്ച് നടത്തിയപ്പോൾ ഇവൾക്ക് മനസ്സിലായി, എൻ്റെ സ്വന്തം ജ്യേഷ്ഠത്തിക്കുട്ടിയെ തന്നെയാണ് ഞാൻ മോഡലാക്കിയിരിക്കുന്നത്. അങ്ങനെ ഇവൾ കത്ത് എഴുതുകയാണ്. എന്നെ ഭ്രാന്തി എന്ന് വിളിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് കത്ത് തുടങ്ങുന്നത്. ആ കത്തിന് മറുപടി എന്നോണം തൻ്റെ അമ്മയും ജ്യേഷ്ഠത്യം വരികയാണ്. എന്നിട്ട് കെട്ടിപ്പിടിച്ച് കരയുകയാണ്. അന്ന് ഉപേക്ഷിച്ചിൽ മനനോന്ത്. അപ്പോഴേക്കും അച്ഛൻ മരണപ്പെട്ടു പോയിരുന്നു. ഞാൻ പറയുന്നത്, ഇന്നും അമേരിക്കയിലെ വിലപിടിപ്പുള്ള ഒരു ജിംനാസ്റ്റിക് താരമാകുന്നു ഈ പെൺകുട്ടി എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാവണം. ആ ഒരു രീതിയിൽ നമ്മൾ മനസ്സിലാക്കുന്നുവെങ്കിൽ നമുക്കും പല സ്ഥലങ്ങളിലും എത്തിച്ചേരാൻ സാധിക്കും എന്നുള്ള തിരിച്ചറിവ് ഉണ്ടാകും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ അങ്ങനെയെങ്കിൽ മാത്രമേ നമ്മുടെ കരിയർ നമുക്ക് കൃത്യമായിട്ട് പ്ലാൻ ചെയ്യാൻ സാധിക്കുള്ളൂ. നമ്മുടെ മോട്ടിവേഷൻ. ദെൻ ഫാമിലിയുടെ പ്രഷറാണ് മറ്റൊന്ന്.
അത് മാത്രമല്ല ലാസിനെസ് ഉണ്ട്, മടി എന്ന് പറയുന്നത്. രാത്രി പഠിക്കാതിരിക്കുമ്പോഴായിരിക്കും നമ്മളെ മനസ്സ് പറയാം ഇന്നിങ്ങനെ പോട്ടെ, നാളെ നമുക്ക് ഉഷാറാക്കാം. ഈ നാളെ എന്ന് പറയുന്ന സംഗതി അതിങ്ങനെ അനന്തമായിട്ട് നാളെ വരുമ്പോൾ ആ തീരുമാനം ഒന്നും കൂടി നമ്മൾ പുതുക്കും, നാളെ നമുക്ക് ഉഷാറാക്കാം. ഇന്നിൻ്റെ കാര്യങ്ങൾ ഇന്ന് തന്നെ ചെയ്തു തീർക്കണം എന്നുള്ള തീരുമാനം നമ്മൾ ജീവിതത്തിൽ എടുക്കണം. ദെൻ ഫാമിലിയുടെ പ്രഷറാണ് മറ്റൊന്ന്. ഫാമിലി പറയും ഇന്ന കോഴ്സ് പഠിച്ചോ, അല്ലെങ്കിൽ ഇന്നതിന് പോയ അയൽവാസിയുടെ മകൻ മകൾ ഇതിനാണ് പോയത്, അതുകൊണ്ട് നീ അത് പഠിച്ചോ. നമ്മൾ വീട്ടുകാരുടെ കാര്യത്തിലല്ല ഈ കരിയർ എന്ന് പറയുന്നതിൽ ജീവിതത്തിൽ നമ്മളാണ് മുമ്പോട്ട് പോണത്. അത് ചിലപ്പോൾ വീട്ടുകാരുടെ ആഗ്രഹം, ആ ആഗ്രഹവും നമ്മളെ അഭിരുചി തമ്മിൽ വ്യത്യസ്തമായിരിക്കാം. അതുകൊണ്ട് നമ്മുടെ അഭിരുചിക്കിണങ്ങിയ കോഴ്സുകളാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്നുള്ള യാഥാർത്ഥ്യം ആദ്യമായിട്ട് നിങ്ങൾ തിരിച്ചറിയണം. അതുപോലെ തന്നെ രക്ഷിതാക്കളെ ബോധ്യപ്പെടുത്തുകയും ചെയ്യണം. ദെൻ ഫോളോ ഫാമിലിയുടെ പ്രഷർ കഴിഞ്ഞാൽ ഫോളോ എ സർട്ടൻ കരിയർ പാത്ത്, അല്ലെങ്കിൽ ഒരു കരിയർ പാത്തിലൂടെ തന്നെ ഇങ്ങനെ പോവുക എന്നുള്ള അത് പിന്തുടരുക. അതും യഥാർത്ഥത്തിൽ എന്താണ് ഒരു തടസ്സമാണ്. ചിലപ്പോൾ നമുക്ക് കഴിവില്ലാത്ത ഒരു മേഖലയിലൂടെ ആയിരിക്കും നമ്മൾ മുമ്പോട്ട് പോകുന്നത്, അല്ലെങ്കിൽ ഇന്ന ആളെ ലക്ഷ്യം വെച്ചുകൊണ്ട് നമ്മൾ മുമ്പോട്ട് പോകുന്നു. ദെൻ പിയർ പ്രഷർ, ഫാമിലി പിയർ പ്രഷർ, സുഹൃത്തുക്കളായിരിക്കും പ്രശ്നക്കാർ. ഒരു സുഹൃത്ത് ഒരുത്തന്നെ CA പോകാൻ ആഗ്രഹം ഉണ്ടാവും, വേർത്തം പറയടാ നമുക്ക് BCom പോകാം, എന്നെ കോളേജിൽ പോകാം, 3 കൊല്ലം നമുക്ക് അവിടെ രസാക്കട അറിയാം, പിന്നെ മറ്റൊന്ന് രസാക്കാൻ പോവാണ്. ഇവിടെയാണ് നമ്മുടെ കരിയർ പ്ലാനിങ് തോറ്റു പോകുന്നത്. ദെൻ പിയർ പ്രഷർ മീൻസ് ഫിനാൻസ്, സാമ്പത്തികം ഒരു തടസ്സമായിട്ട് പലപ്പോഴും അനുഭവപ്പെടാറുണ്ട്. പക്ഷേ സാമ്പത്തികം ഒരു തടസ്സമാണോ എന്നുള്ള കാര്യം നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോഴത്തെ ഞാനൊരു കഥ പറയും. ഇപ്പോഴത്തെ വിപ്രോ കമ്പനിയിൽ ഒരു ഇന്റർവ്യൂ നടന്നിരുന്നു. അപ്പോൾ ആ ഇന്റർവ്യൂവിൽ കുറേ ആൾ അവർ പറഞ്ഞു ചീഫ് എക്സിക്യൂട്ടീവ് മാനേജറുടെ പോസ്റ്റ് ഒഴിവുണ്ട് എന്നാണ് പറഞ്ഞത്. ചീഫ് എക്സിക്യൂട്ടീവ് പരസ്യം ചെയ്തു, പ്രതിമാസം 4 ലക്ഷം രൂപ തരാം. അങ്ങനെ കുറേ ആളുകൾ അപേക്ഷ കൊടുത്തു. അതിൽ ഒരാളുടെ അപേക്ഷ വളരെ ഹൃദയസ്പർശിയായിട്ട് അതിൻ്റെ ചെയർമാൻ അനുഭവപ്പെടുകയാണ്. അങ്ങനെ ഇവന്റെ അപേക്ഷയുടെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ അവർ പറഞ്ഞത് BTech പ്ലസ് MBA വേണമെന്നായിരുന്നു. ഇവന് BTech കിട്ടിയിട്ടുണ്ട് ഇന്ത്യയിൽ നിന്ന് ഏറ്റവും നല്ല സ്ഥാപനമായ IIT-യിൽ നിന്നും, അതും IIT ഖരഗ്പൂർ. ഫസ്റ്റ് റാങ്കോട് കൂടിയാണ് BTech കിട്ടിയത്. അതുപോലെ തന്നെ MBA കിട്ടിയിട്ടുണ്ട് ഇവന്, അതും ഇന്ത്യയിലെ ഏറ്റവും നമ്പർ 1 സ്ഥാപനമായ IIM എന്ന് പറയുന്ന ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് എന്ന് പറയുന്ന CAT പരീക്ഷ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പരീക്ഷ എഴുതിയിട്ടാണ് അവിടെ നമുക്ക് ജോയിൻ ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ അങ്ങനെ പോകാം. അങ്ങനെ പോയ ആ വ്യക്തി അതുപോലെ തന്നെ BTech കിട്ടണമെങ്കിൽ നമുക്കറിയാം JEE മെയിൻ ആൻഡ് അഡ്വാൻസ്ഡ് പരീക്ഷ എഴുതണം. അങ്ങനെ പരീക്ഷ എഴുതിയ കൂട്ടത്തിൽ നിന്ന് BTech-നും MBA-ക്കും ഫസ്റ്റ് റാങ്കോട് കൂടിയാണ് ഇവൻ പാസ്സായത് എന്നുള്ളതാണ്. അപ്പോൾ ഇന്റർവ്യൂവിൽ ഇവന്റെ വിവരം നടക്കേണ്ട ഒരു കാര്യമില്ല. അങ്ങനെ ഇവനോട് ഒന്നാമത്തെ ചോദ്യം വാട്ട് ഈസ് യുവർ ഫാദർ, വാട്ട് ഈസ് യുവർ ഫാദർ എന്നാണ് ഒന്നാമത്തെ ചോദ്യം. നിന്റെ അച്ഛൻ ആരാണ്? അപ്പോൾ ഇവന് മറുപടി കൊടുത്തു, എൻ്റെ അച്ഛൻ എൻ്റെ 5ാം വയസ്സിൽ മരണപ്പെട്ടു പോയിരിക്കുന്നു. ദെൻ അടുത്ത ചോദ്യം വാട്ട് ഈസ് യുവർ മദർ, നിന്റെ അമ്മ ആരാണ്? ഇവൻ മറുപടി കൊടുത്തു, എൻ്റെ അമ്മ ഒരു അലക്കുകാരിയാണ്. അപ്പോൾ എവിടെയാണ് അലക്കെന്ന് ചോദിച്ചു. അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിലാണ്. അപ്പോൾ എത്ര നേരം അവിടെ ജോലി ഉണ്ടാവും എന്ന് ചോദിച്ചു. കൃത്യമായിട്ട് എനിക്കറിയില്ല. അപ്പോൾ നിന്റെ അമ്മ എത്ര നേരം ജോലി ചെയ്യുന്നു എന്ന് എനിക്കറിയില്ലേ? അമ്മ പറഞ്ഞിട്ടുണ്ട് നീ പഠനത്തിൽ ശ്രദ്ധിച്ചാൽ മതി, അതുകൊണ്ട് ഞാൻ അമ്മയെക്കുറിച്ച് ബോധറായിരുന്നില്ല. അത് പറ്റൂലല്ലോ പറഞ്ഞു. അത് പറ്റൂലല്ലോ പറഞ്ഞു. കാരണം നമുക്കറിയാം ഏതൊരു ഇൻഡസ്ട്രിയും ഏതൊരു സ്ഥാപനം മനസ്സിലാക്കിയ വീട്ടുകാരുടെ ഉത്തരവാദിത്തം ഉണ്ടെങ്കിൽ കമ്പനിയുടെ ഉത്തരവാദിത്തം ഉണ്ടാവുള്ളൂ എന്നുള്ള നിലക്ക് നോക്കും. അതുകൊണ്ട് കമ്പനി പറയണം ഞങ്ങളിവിടെ ഇന്റർവ്യൂ നിർത്തിവെക്കുകയാണ്, നീ വീട്ടിൽ ചെന്നിട്ട് എന്താണ് നിന്റെ അമ്മ ചെയ്യുന്നതെന്ന് കൃത്യമായിട്ട് അറിഞ്ഞു വരണം. അങ്ങനെ ഇവന് വീട്ടിലേക്ക് പോവുകയാണ്. അമ്മ അലക്കുന്ന ഹോസ്പിറ്റലിൽ ചെന്നു അവിടുത്തെ എല്ലാ വൃത്തികേടുകളും അലക്കി കൊടുക്കാറുള്ളത് പാവം ഇവന്റെ അമ്മയായിരുന്നു. അമ്മയുടെ അടുത്ത് ചെന്ന് കുറെ വർഷങ്ങൾക്ക് ശേഷം അമ്മയുടെ കൈകൾ പിടിച്ചു. അമ്മയുടെ കൈകൾ കാണുമ്പോൾ ദ്രവിച്ചു പോയിരുന്നു. ആ കൈകൾ തൊലികൾ ഉണ്ടായിരുന്നില്ല ആ കൈകൾക്ക്. ആ ദ്രവിച്ച കൈകളെ നോക്കിക്കൊണ്ട് അവൻ എന്ത് ചെയ്യുന്നു, കാരണം എന്താ വെച്ചാൽ ബാർ സോപ്പിന്റെ പൊടിയിൽ നിന്ന് പൊടിയിലേക്കുള്ള അകലം വളരെ വിദൂരമായിരുന്നില്ല. അതുകൊണ്ട് ദ്രവിച്ച കൈകളാണ് അവന് കാണാൻ സാധിച്ചത്. അമ്മയുടെ കൈകൾ ഒരുപാട് ചുടുചുംബനം കൊടുത്തിട്ട് അമ്മയെ മാറ്റി നിർത്തിക്കൊണ്ട് അമ്മയ്ക്ക് വേണ്ടി അലക്കി കൊടുക്കുകയാണ്. എന്നതിന് ശേഷം പിറ്റേ ദിവസം ഇന്റർവ്യൂവിന് വരുന്നു. എന്താണ് ഇന്നലെ നീ പഠിച്ചെന്ന് ചോദിച്ചപ്പോൾ ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ കലാലയങ്ങളായ IIT-കളും IIM-കളും നൽകുന്നതിനേക്കാളും വലിയൊരു ജീവിത പാഠം, മണ്ണിന്റെ മണമുള്ളൊരു സാമൂഹികാദർശത്തിന്റെ പാഠം ഞാൻ ഇതാ ഇന്നലെ പഠിച്ചിരിക്കുന്നു എന്ന് ഇവന് ഉത്തരം പറയുകയാണ്. ഞാൻ പറയുന്നത് അത്രയും പാവപ്പെട്ടവനായ ഒരു വിദ്യാർത്ഥിക്ക് പോലും
ഇന്ത്യയിൽ കുബേരന്മാർ പഠിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന IIT-കളും IIM-കളും അതിന്റെ വാതായനങ്ങൾ തുറന്നു കൊടുത്തിട്ടുണ്ടെങ്കിൽ നാളെ നിങ്ങൾക്കും അത് തുറന്നു തരും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ട് പഠനം നിങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ പൈസ, സമ്പത്ത് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഫിനാൻസ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു തടസ്സമായിട്ട് മാറുകയില്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഉയരങ്ങളിൽ എത്താൻ സാധിക്കും എന്നുള്ളത് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് ഫിനാൻഷ്യൽ എയ്ഡ് എന്ന് പറയുന്നത് ഇന്ന് കാലത്ത് ഒരുപാട് സ്ഥാപനങ്ങൾ സ്കോളർഷിപ്പും വഴിയും മറ്റും ഒരുപാട് നമുക്ക് കിട്ടുന്നുണ്ട്. ദെൻ പ്രിപ്പയർ യുവർ റെസ്യൂം. നല്ല ഒരു ബയോഡാറ്റ റെസ്യൂമേ ഉണ്ടാക്കണം. നല്ല ഒരു റെസ്യൂമേ നമ്മൾ ഡെവലപ്പ് ചെയ്യണം. എന്താണ് റെസ്യൂമേ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു CV, ഒരു ബയോഡാറ്റ. അത് നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് തന്നെ ഇങ്ങനെ കുളിരി പോരണം. ഞാൻ ആരാമോൻ ചിലപ്പോൾ അറിയാതെ നമ്മൾ സെല്യൂട്ട് ചെയ്തു. നമുക്ക് തന്നെ അത്രയും നല്ല ഒരു ബയോഡാറ്റയും നമ്മൾ ഡെവലപ്പ് ചെയ്യണം. അങ്ങനെ എങ്കിൽ മാത്രമേ നമുക്ക് മുമ്പോട്ട്. ദെൻ ലോങ് ടേം കരിയർ പ്ലാനിങ്. ജീവിതം അല്ലെങ്കിൽ ഇന്ന 10 വർഷം കഴിഞ്ഞാൽ അല്ലെങ്കിൽ 8 വർഷം കഴിഞ്ഞാൽ ഇന്ന കമ്പനിയുടെ കമ്പനി സെക്രട്ടറി ഞാനായിരിക്കും, അല്ലെങ്കിൽ ഇന്ന ജില്ലയുടെ കളക്ടർ ഞാനായിരിക്കും. അപ്പോൾ അതും നമ്മളെ ഒരു പ്ലാനിങ്ങിന്റെ ഭാഗമായിരിക്കണം. നമ്മൾ ഡേ ടു ഡേ പ്ലാനിങ് വേണം, അതുപോലെ തന്നെ വർഷത്തിൽ അല്ലെങ്കിൽ ഷോർട്ട് ടേം പ്ലാനിങ് വേണം, ദെൻ ലോങ് ടേം കരിയർ പ്ലാനിങ് വേണം. എങ്കിലേ നമുക്ക് ജീവിതത്തിൽ മുമ്പോട്ട് എത്താൻ സാധിക്കുള്ളൂ. അപ്പോൾ എല്ലാ ജോലിക്കും ചില കോർ വർക്ക് പ്ലേസ് സ്കില്ലുകളുണ്ട്. കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, വെർബൽ ആൻഡ് റിട്ടൺ വേണം. ചില ജോലികൾക്ക് നന്നായിട്ട് വേണം. ഇപ്പം ടീച്ചിങ്ങിന് വേണം, അതുപോലെ തന്നെ ഒരു ലോയർ എന്നുള്ള അല്ലെങ്കിൽ ജേർണലിസ്റ്റ്, ഈ മേഖലയ്ക്കൊക്കെ നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വേണം. ദെൻ വെർബൽ ആൻഡ് റിട്ടൺ. എന്താണ് ഒരു കമ്മ്യൂണിക്കേഷൻ? ഒരു 8 കാര്യങ്ങൾ അടങ്ങുമ്പോഴാണ് യഥാർത്ഥത്തിൽ കമ്മ്യൂണിക്കേഷൻ പൂർണ്ണമാവുന്നത്. എനിക്ക് നിങ്ങളോട് പറയണമെങ്കിൽ സോഴ്സ് വേണം. ഞാൻ എന്ന് പറയുന്ന സോഴ്സ് വേണം. എനിക്ക് നിങ്ങളോട് പറയാൻ ഒരു മെസ്സേജ് വേണം. ആ മെസ്സേജിനെ ഞാൻ എൻകോഡ് ചെയ്യണം. എൻകോഡ് ചെയ്തിട്ട് ഒരു ചാനൽ, ഞാൻ ഇവിടെ സംസാര മാധ്യമമാകുന്ന ചാനലിലൂടെ നിങ്ങളാകുന്ന റിസീവറിലേക്ക് തരുന്നു. നിങ്ങളത് ഡീകോഡ് ചെയ്യുന്നു. നിങ്ങൾ എനിക്കതിൻ്റെ ഫീഡ്ബാക്ക് തരുമ്പോൾ അത് കമ്മ്യൂണിക്കേഷൻ പൂർണ്ണമാകുന്നു. ഇതിലെവിടെയും സംഭവിക്കാവുന്ന നോയ്സ് എന്ന് പറയുന്ന ഒരു എലമെന്റ് ഉണ്ട്. ഇതിനെ നമ്മൾ ഈ അപശബ്ദങ്ങളെ മറ്റൊക്കെ നമ്മൾ ലഘൂകരിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഡെവലപ്പ് ചെയ്യാം. ദെൻ ആൻഡ് ക്രിറ്റിക്കൽ ആൻഡ് ക്രിയേറ്റീവ് തിങ്കിങ്. നമ്മൾ സർഗാത്മകമായിട്ട് വിമർശനാത്മകമായിട്ടൊക്കെ ചിന്തിക്കാൻ നമുക്ക് കഴിയാം. ദെൻ ടീം വർക്ക്. നല്ല ടീം വർക്ക് വേണം. ഒരു ഫുട്ബോൾ മാച്ചിൽ നല്ല ഒരു ടീം വർക്ക് വേണം. എനിക്ക് കിട്ടിയ പന്ത് ഞാൻ തന്നെ ഗോളാക്കും, അങ്ങനത്തെ ഒരാളെ ഈ പണിക്ക് പറ്റൂല. ദെൻ ലിസണിങ് സ്കില്ല് വേണം, സോഷ്യൽ പ്രോബ്ലം സോൾവിങ് സ്കിൽ, ഡിസിഷൻ മേക്കിംഗ് വേണം, ഇന്റർപേഴ്സണൽ പ്രോജക്റ്റ് മാനേജ്മെന്റ്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് സ്കില്ലുകൾ ഓരോ ജോലിക്കും വേണം. ഈ കോർ വർക്ക് പ്ലേസ് സ്കില്ലുകളൊക്കെ നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കണം. അങ്ങനെ എങ്കിൽ മാത്രമേ നമ്മുടെ കരിയർ പൂർണ്ണമാവുകയുള്ളൂ. അപ്പോൾ പ്രോസ്പെക്ട്സ് പ്ലാനിൽ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, നമ്മുടെ കരിയർ, ഫ്യൂച്ചർ ലൈഫ് സ്റ്റൈൽ. ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈൽ എന്താണ്, ഫ്യൂച്ചറിൽ നമ്മൾ എന്താവണം, ദെൻ ഇഷ്ടങ്ങൾ എന്താണ്, അനിഷ്ടങ്ങൾ എന്താണ്, നമ്മുടെ പാഷൻ എന്ന് പറഞ്ഞാൽ ഉത്കടമായ ആഗ്രഹം. ഉത്കടമായ ആഗ്രഹം നമ്മൾ എന്തൊക്കെയാണ് ഡെവലപ്പ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ അതിൽ എത്തിച്ചേരണം എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ കൃത്യമായിട്ട് ധാരണ. ദെൻ യുവർ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്, കഴിവും കഴിവുകളും. ദെൻ ഡെഫിനിഷൻ ഓഫ് സക്സസ്, വിജയത്തിന്റെ ഡെഫിനിഷൻ വ്യത്യസ്തമാണ്. ചില ആളുകൾക്ക് ഫുൾ A+ കിട്ടണമെന്ന് ആഗ്രഹം ഉണ്ടാവും. ഒന്നിൽ A ആയി കുറഞ്ഞാൽ ഉറക്കം വരുമോ? ഇല്ല. എന്നാൽ വേറെ ചില ആളുകൾക്കോ എങ്ങനെയെങ്കിലും ഒന്ന് ജയിച്ചിട്ടാൽ മതി. ദെൻ ഡ്രീം ജോബ്, കറന്റ് സിറ്റുവേഷൻ, ഇതൊക്കെ നമ്മൾ തിരിച്ചറിയുക എന്നുള്ളതാണ്. ദെൻ ഇത് മാത്രമല്ല, നമ്മൾ പഠനത്തിലൂടെ മുമ്പോട്ട് പോകുമ്പോൾ നമ്മൾ യൂണിവേഴ്സിറ്റികളെ കുറിച്ച് ധാരണ വേണം, കൃത്യമായിട്ടുള്ള ധാരണ വേണം. ഇന്നൊരുപാട് പലതരത്തിലുള്ള യൂണിവേഴ്സിറ്റികളുണ്ട്. ഒന്ന് സെൻട്രൽ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്, കേന്ദ്ര സർവകലാശാലകളുണ്ട്. ഇപ്പോൾ കേരളത്തിൽ ഒന്നുണ്ട്, കാസർഗോഡ് സെൻട്രൽ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. ഇപ്പോൾ 15ഓളം സർവകലാശാലകളിലേക്ക്, സെൻട്രൽ യൂണിവേഴ്സിറ്റികളെ QCET എന്ന് പറയുന്ന ഒരു അഡ്മിഷൻ ടെസ്റ്റ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ +2 കഴിഞ്ഞ ആളുകൾക്ക് പരീക്ഷ എഴുതാൻ പറ്റുന്ന. അപ്പോൾ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ പോകാം. അത് കേന്ദ്ര സർവകലാശാല എന്നറിയപ്പെടുന്നു. മറ്റൊന്ന് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികളാണ്, സംസ്ഥാന യൂണിവേഴ്സിറ്റികളാണ്. ഇപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, അതുപോലെ തന്നെ കേരള യൂണിവേഴ്സിറ്റി, MG യൂണിവേഴ്സിറ്റി പോലുള്ളൊക്കെ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികളാണ്. ഒരുപാട് അഫിലിയേറ്റഡ് കോളേജും അതിന് കീഴിലുണ്ടാവും. ദെൻ ഡീംഡ് യൂണിവേഴ്സിറ്റി, ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റി, ഒരു കൽപ്പിത സർവകലാശാല എന്ന് പറയുന്നു. കൽപ്പിത സർവകലാശാല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് സ്വന്തമായിട്ടുള്ള കോഴ്സ് നടത്താനും അതുപോലെ തന്നെ പരീക്ഷ നടത്താനുള്ള അധികാരം അതിനുമുണ്ട്. പക്ഷെ അതിന് കീഴിൽ ഒരു അഫിലിയേറ്റഡ് കോളേജ് എന്ന് പറയുന്ന രീതിയിൽ അഫിലിയേറ്റഡ് കോളേജുകൾ ഉണ്ടാവുകയില്ല. അതാണ് ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റിയുടെ പ്രത്യേകത. ദെൻ പ്രൈവറ്റ് ആൻഡ് ഓപ്പൺ യൂണിവേഴ്സിറ്റി, സ്വകാര്യ യൂണിവേഴ്സിറ്റികളും ഇന്നത്തെ കാലഘട്ടത്തിൽ നിലനിൽക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കും. ടൈപ്സ് ഓഫ് കോളേജസ്. ഒന്ന് ഗവൺമെന്റ് കോളേജാണ്, പൂർണ്ണമായിട്ടും ഗവൺമെന്റ് അണ്ടറിലുള്ള ഗവൺമെന്റ് കോളേജ്. മറ്റൊന്ന് എയ്ഡഡ് കോളേജാണ്. അത്
സ്വകാര്യ മാനേജ്മെൻറ്റുകളായിരിക്കും നടത്തുന്നത്. പക്ഷേ അത് ഗവൺമെൻറ് ആയിരിക്കും അതിന് സഹായം നൽകുന്നത്. എന്ന് പറഞ്ഞാൽ അവിടുത്തെ അധ്യാപകരുടെ ശമ്പളം കൊടുക്കുന്നത് അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഗവൺമെൻറ് ആയിരിക്കും. എയ്ഡഡ് കോളേജ് എന്ന് പറയും. എന്നാൽ ചില സ്ഥലത്ത് എയ്ഡഡ് കോളേജിൽ തന്നെ സെൽഫ് ഫിനാൻസിങ് കോഴ്സുകൾ ഉണ്ടാവും. അത് നമ്മൾ നോക്കണം. എയ്ഡഡ് കോളേജിലാണെങ്കിലും ചില സ്ഥലങ്ങളിൽ സെൽഫ് ഫിനാൻസിങ് കോഴ്സുകൾ ഉണ്ടാവും. അത് നമ്മൾ കാശ് കൊടുത്ത് പഠിക്കാൻ വേണ്ടി വരും. മറ്റൊന്ന് ഓട്ടോണമസ് കോളേജുകളാണ്. ഇപ്പോൾ ഫാറൂഖ് കോളേജ് പോലുള്ള, മമ്പാട് MES കോളേജ് പോലുള്ള സ്വന്തമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ, കോഴ്സുകൾ നടത്താൻ, അതുപോലെ തന്നെ പരീക്ഷകൾ സ്വയം മൂല്യനിർണ്ണയം നടത്താനും മറ്റൊക്കെയുള്ള അധികാരമുള്ള ഓട്ടോണമസ് കോളേജുകളുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് അഡ്മിഷൻ കിട്ടണമെങ്കിൽ നമ്മൾ അവർക്ക് സെപ്പറേറ്റ് ആയിട്ട് അവരുടെ വെബ്സൈറ്റിൽ അപേക്ഷ കൊടുക്കണം. ഇപ്പം ഫാറൂഖ് കോളേജിൻ്റെ വെബ്സൈറ്റിൽ നമ്മൾ വേറെ അപേക്ഷ കൊടുക്കണം. മമ്പാട് MES കോളേജിന് ബാക്കിയുള്ളതൊക്കെ നമുക്ക് വേണമെങ്കിൽ ഒരു ഇപ്പോൾ അക്ഷയ സെൻറ്ററിൽ പോയിട്ട് ഒരു ഒറ്റ അപേക്ഷയിൽ നമുക്ക് എല്ലാം കൊടുക്കാം, ഓപ്ഷൻ ഇങ്ങനെ കൊടുക്കാം. പക്ഷേ ഇത് നമ്മൾ വേറെ കൊടുക്കേണ്ടതുണ്ട് എന്നുള്ളത് കുട്ടികൾ തിരിച്ചറിയേണ്ടതുണ്ട്. മറ്റൊന്ന് സെൽഫ് ഫിനാൻസിങ് ആണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ കാശ് കൊടുത്ത് പഠിക്കുന്ന കോഴ്സുകൾക്ക് ഗവൺമെൻറ് അംഗീകാരം കൊടുക്കുന്നു, അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റികൾ അംഗീകാരം കൊടുക്കുന്നു. പക്ഷേ നമ്മൾ കാശ് കൊടുത്ത് നമ്മുടെ കാശ് കൊണ്ട് പഠിക്കുന്ന മറ്റൊന്ന് പ്രൈവറ്റ് കോളേജുകളാണ്. അപ്പം ഈ കോളേജുകളുടെ വ്യത്യാസങ്ങൾ നമ്മൾ തിരിച്ചറിയാം. അങ്ങനെ തിരിച്ചറിഞ്ഞിട്ടില്ല എങ്കിൽ നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിങ് നടത്താനൊന്നും സാധിക്കുകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ദെൻ എന്തൊക്കെ ഇപ്പോൾ ഒരു കോഴ്സ് കഴിഞ്ഞതിന് ശേഷം നമ്മളെ എംപ്ലോയീസ് എന്തൊക്കെയാണ് നമ്മളെ അടുത്തുനിന്ന് പ്രതീക്ഷിക്കുന്നത്? ഇപ്പം നമ്മളൊരു ജോലിക്ക് കയറുകയാണെങ്കിൽ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് നമ്മൾ വേണം. പേഴ്സണാലിറ്റി, നമ്മുടെ വ്യക്തിത്വം നോക്കും. നോളജ് ആൻഡ് സ്കിൽ, ടീം വർക്ക്, ദെൻ ക്രിയേറ്റിവിറ്റി, ഇതൊക്കെ നമ്മൾ ശരിക്കും നോക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം. കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്താണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. എന്നിരുന്നാലും ഇറ്റ് ഈസ് ബേസിക്കലി കൺവെയിങ് ഇഫക്റ്റീവ്ലി വാട്ട് വി ഫീൽ, തിങ്ക്, വാണ്ട് ഓർ നീഡ്. അതാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ആ 8 എലമെൻസും നമ്മൾ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് നമ്മളത് പറഞ്ഞു. സോഴ്സ് വേണം, മെസ്സേജ് വേണം, എൻകോഡിങ്, ചാനലിലൂടെ റിസീവർ, ദെൻ ഡീകോഡിങ് ആൻഡ് ഫീഡ്ബാക്ക്, നോയ്സ്. കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്തൊക്കെ വേണം? ആർട്ട് ഓഫ് ലിസണിങ് വേണം, ചൂസിങ് എ ടോപ്പിക്, ബോഡി കമ്മ്യൂണിക്കേഷൻ, ആർട്ട് ഓഫ് പോസിറ്റീവ് അസർട്ടീവ്നെസ്. ബോഡി കമ്മ്യൂണിക്കേഷൻ വളരെ പ്രധാനമാണ്. നമ്മൾ ജസ്റ്റീസ് എന്ന് പറയുന്നത് ഒരു തിരികെ നമ്മൾ അനങ്ങാതെ ഒരു ജസ്റ്റീസും ഇല്ലാതെ സംസാരിക്കുകയാണെങ്കിൽ നിങ്ങൾ തന്നെ പറയും ഏതായി ഡെഡ് ബോഡി വന്നത് എന്ന്. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് നമ്മൾ ആംഗ്യം ഭാഷ നമ്മൾ ഉപയോഗിക്കണം എന്നുള്ളതാണ്. ദെൻ കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്തൊക്കെ വേണം എന്നുള്ളത് ലിസണേഴ്സ് വാണ്ട്സ്, മുമ്പിലുള്ള ആളുകൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നമ്മൾ കൊടുക്കാൻ പാടുള്ളൂ. ദെൻ യൂസ് ഓഫ് ഹ്യൂമർ, യൂസ് ഓഫ് അനക്ഡോട്ട്സ് ആൻഡ് സ്റ്റോറീസ്, ദെൻ ആസ്ക് ഓഫ് ഫീഡ്ബാക്ക്, ഇൻക്രീസ് യുവർ വൊക്കാബുലറി. ഇങ്ങനെ കുറേ കാര്യങ്ങൾ ചേരുമ്പോഴാണ് കമ്മ്യൂണിക്കേഷൻ ഫലവത്താകുന്നത് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയാം. ടീം വർക്ക് നമ്മൾ ഡെവലപ്പ് ചെയ്യണം. ദെൻ കരിക്കുലം വിറ്റ, ഓക്കെ, ഇതൊക്കെ ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ കൃത്യമായിട്ടുള്ള കരിയർ പ്ലാനിങ്. അങ്ങനെ കരിയറിലൂടെ പോകുമ്പോഴേ നമുക്ക് ജീവിതത്തിൽ മുമ്പോട്ട് ഏറ്റവും പ്രധാനപ്പെട്ട 2 തിരഞ്ഞെടുപ്പുകളാണ്. ഒന്ന് കരിയറും ജീവിതത്തിൽ, മറ്റൊന്ന് ഇണയെ തിരഞ്ഞെടുക്കുക എന്നുള്ളതും. ഇത് രണ്ടും പാളിപ്പോയാൽ ജീവിതം കട്ടപ്പോകാം. അതുകൊണ്ട് നല്ല ഒരു തെരഞ്ഞെടുപ്പിലെത്താൻ, നല്ല ഒരു കരിയറിലെത്താൻ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. നിങ്ങൾക്ക് നന്ദി. താങ്ക് യു.